അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാതെ ഒത്തിരി പ്രയോജനപ്പെടുന്ന 3 വ്യായാമമുറകളാണ്. ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് പ്രായം ചെന്നവർക്കും സ്ത്രീകൾക്കുമായിരിക്കും. ഇത് ജനറലായിട്ട് എല്ലാവർക്കും ചെയ്യാം, പക്ഷേ പ്രായം ചെന്നവർക്കും സ്ത്രീകൾക്കും ഈ വ്യായാമം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. കാരണം മറ്റുള്ള ഹാർഡായിട്ടുള്ള എക്സസൈസുകളൊന്നും പ്രായം ചെന്നവർക്കും മറ്റുള്ളവർക്കും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായിട്ടും ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഷോൾഡർ പെയിൻ പോലെയൊക്കെയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും. ചെറിയ രീതിയിലുള്ള ഊരവേദന, മറ്റ് സംബന്ധമായ വിഷയങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇത് നിങ്ങളെ വളരെയേറെ സഹായിക്കും എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ചെയ്യുന്ന രീതി എന്താണെന്ന് നോക്കുക. ശരിക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ കൈ അടിയിലേക്ക് വരുമ്പോൾ ഇത് പരമാവധി മേലോട്ട് പൊക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് കൈകൾ ബെൻഡ് വരാൻ പാടില്ല. ഇവിടെ ഈ ഭാഗങ്ങൾ വളവ് വരാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അടിയിലേക്ക് വരുന്ന കൈയും അതുപോലെ തന്നെ. ഓക്കെ, ഇങ്ങനെ 50 തവണ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടതുകാലാദ്യം വലതുകാലിൻ്റെ പുറകിലേക്ക് സ്വല്പം ഇങ്ങനെ വൈഡായിട്ട് കൊടുക്കും. ആ സമയത്ത് കൈകൾ ആയി ഇങ്ങനെ വെക്കുന്ന സമയത്തും ശ്വാസം ഉള്ളിലേക്ക് പിടിക്കാൻ ശ്രമിക്കുക. പിന്നെ നോർമൽ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ശ്വാസത്തെ പുറത്തേക്ക് ഒഴിവാക്കുക. അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇനി അടുത്തത് വലതുകാലം എന്ത് ചെയ്യുക? ഇടതുകാലിൻ്റെ ഒരൽപ്പം പുറകിലേക്ക് ക്രോസ് ആയിട്ട് വെക്കുക. മുമ്പ് ചെയ്തപോലെ തന്നെ ഫേസ് ഉയർത്തിപ്പിടിച്ച് ചെസ്റ്റിൻ്റെ ഭാഗം പരമാവധി സ്റ്റഡിയാക്കിക്കൊണ്ട്, അതായത് ചെസ്റ്റ് ഭാഗം കൂടുതൽ വികസിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരിക. ആ സമയത്ത് ശ്വാസമുള്ളിലേക്ക് പിടിക്കുക. കാര്യം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസകോശം സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പറഞ്ഞത്. അതിൻ്റെ ലാസ്റ്റ് വ്യായാമമുറ എങ്ങനെയാണ് നോക്കുക. സ്ട്രെച്ച്, പുഷ്, റിലാക്സ്. റിലാക്സ്. ഇതെല്ലാം 50 തവണ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാനുള്ളത്. തുടർന്നുള്ള ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകളുണ്ടാവും. കാഴ്ചകൾ കാണാൻ വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഇത് പ്രായം ചെന്ന ആളുകൾ കാണാം. ഇനി യങ്ങേഴ്സിനൊക്കെ വേണ്ടിയുള്ള, കുട്ടികൾക്കും യങ്ങേഴ്സിനൊക്കെ വേണ്ടിയുള്ള വ്യായാമങ്ങളും തുടർന്ന് ചെറിയ ചെറിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. ഇതുവരെയും ഗുഡ് ബൈ.